ഞാൻ എപ്പോഴൊക്കെ സാരി ഉടുത്തിട്ടുണ്ടോ അതിന്റെ പിന്നിൽ എന്റെ അമ്മയുടെ കാര്യങ്ങളായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഇവിടെ ഉടുപ്പിക്കാനും സഹായിക്കാനും ഒറ്റ കുഞ്ഞില്ല. ഈ ഒരു സാരി എനിക്ക് കല്യാണത്തിന് കിട്ടിയതായതുകൊണ്ട് തന്നെ ബ്ലൗസ് തയ്പ്പിച്ചിട്ടില്ല. വീട്ടിൽ പണ്ടെന്നോ തയ്പ്പിച്ച് വെച്ചിരുന്ന ഒരു ബ്ലൗസ് ആണ് ഞാൻ ഇതിന്റെ കൂടെ എടുത്തിരിക്കുന്നത്. ഇനി സ്വല്പം പൊട്ടി വരിപ്പത്താം. മുഖത്തുള്ള കുത്തും കൊമയും വരെയൊക്കെ മായ്ക്കാൻ കൺസീലർ. മുഖത്തൊന്നും തീരെ പാടില്ലാത്തതുകൊണ്ട് തന്നെ ആ കൺസീലർ ഞാൻ ഒരു ഇഞ്ച് സ്ഥലം പോലും ഇടാതായിരുന്നു എന്റെ മുഖത്തിട്ടത്. പിന്നെ ജാമവാന്റെ കാലം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബ്ലഷ്. പിന്നെ വായും പൊളിച്ച് നിന്നത് ബ്ലഷ് കൂടിപ്പോ എന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. പിന്നെ കണ്ണിൽ എന്ത് വരെ തേച്ചാലും എന്റെ വാ തുറന്നേയിരിക്കും. പിന്നെ ഏതോ കാലത്ത് വാങ്ങിച്ചൊരു ഐബ്രോ പെൻസിൽ, അതിനെ ഞാൻ ഇതുവരെ എന്റെ പിരുകം തൊടിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ കാണാതെ ഒളിച്ചിരുന്ന് കണ്ണു എഴുതി പൊട്ടും തൊട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഇനിയാണ് ഇവിടെ ഒരു മൽപ്പിടുത്ത് നടക്കാൻ പോകുന്നത്. അമ്മയോട് തിരുമ്പോ ഒന്നും അറിയണ്ടായിരുന്നു. വെറുതെ പോയങ്ങ് നിന്ന് കൊടുത്താൽ മതി. എന്നിട്ട് എത്ര നന്നായിട്ട് ഉടുത്തു തന്നാലും അതിന് കുറ്റവും പറയും വഴക്കുണ്ടാക്കും. അമ്മച്ചിമാരെ പോലെ ഉടുത്തതെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഉടുത്തത് കണ്ടിട്ട് ശരിക്കും എനിക്ക് അമ്മച്ചിമാരെ പോലെ തോന്നുക. പിന്നെ ഒരു കാര്യം, ബ്ലൗസ് ഞാൻ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പോ ബാക്കിലുള്ള ഹുക്ക് ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ ഇടാനാ? എന്തായാലും ഒരുവിധം വലിച്ചു വാരി കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ സൈഡിൽ പോയി നിന്നാണ് ഡാൻസ് ചെയ്തത്. നല്ല വെയിലുണ്ടായിരുന്നില്ല, അത്യാവശ്യം തണുപ്പ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പ്രാവശ്യം ഡാൻസ് അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. തണുത്തിട്ട് കാലെല്ലാം കൂടെ കയറി മരവിച്ചു. പിന്നെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കൂടെ കാലിൽ ഏതാണ്ട് കൊണ്ടും കയറി. പിന്നെ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് ശ്വാസം കിട്ടാതാവുന്ന പോലെ തോന്നാറുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നെ കുറെ നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും ചെയ്യാം. പക്ഷെ ആ ഭാവ വ്യത്യാസം ഞാൻ ഡാൻസിന് ഇടയ്ക്ക് കാണിക്കാറില്ല. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വീഡിയോ എടുത്തു തരാൻ ആരുമില്ല, ഞാൻ തനിയെ ട്രൈപോഡ് വെച്ച് എടുക്കാറുള്ളത്. അതിന്റെ ഇടയ്ക്ക് കൂടെ തീയെ പോകുന്നു. പിന്നെ നമ്മൾ വലിയ സ്റ്റൈലിൽ നടന്നു വരുമ്പോൾ സാരി ചവിട്ടി വീഴാൻ പോകുന്നത് എന്തൊരു കഷ്ടമാണ്. ശരിക്കും പറഞ്ഞു ഇതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലാത്ത നന്നായി. അല്ലേ എന്റെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് തലയ്ക്ക് വല്ല സുഖമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്റെ തുള്ളലും ചാട്ടം എല്ലാം കണ്ട് മുകളിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടനെല്ലാം കാര്യമായിട്ട് ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് പൂട്ടിക്കെട്ടി അകത്ത് കയറിയപ്പോഴാണ് ഞാൻ ഓർത്തത് 2 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് കളിക്കുമ്പോൾ കുറച്ച് എനർജി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അത് കഴിക്കാനങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, നല്ല ക്ഷീണുണ്ട്, ഇപ്പൊ കഴിക്കാം. അങ്ങനെ 2 മുട്ടയും അകത്താക്കി നമുക്കിതെല്ലാം ഊരിക്കളയാം.